ഇതാ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം. കർത്താവ് തരാൻ മനസ്സിലാഞ്ഞിട്ടല്ല. ഏലിയ പറയുന്നത് എന്താണ്? മോനെ, ഐ എം റിയലി ഹാപ്പി ബിക്കോസ് യു ആസ്ക് ഫോർ ദ ഡബിൾ പോർഷൻ ഓഫ് മൈ സ്പിരിറ്റ്. ബട്ട് റിമെമ്പർ, ഇഫ് യു ക്യാൻ ഹോൾഡ് ഇറ്റ്, യു വിൽ ഗെറ്റ് ഇറ്റ്. നിനക്കത് സ്വീകരിക്കാനുള്ള മെച്യൂരിറ്റി ഉണ്ടെങ്കിൽ നിനക്കത് കിട്ടും. ആൻഡ് എലൈജ വാസ് റിയലി ലുക്കിംഗ് ഫോർ ദാറ്റ്. ഹി ഡിഡ്ന്റ് ഹാവ് എനി അതർ motivation. He was totally controlled by the Holy Spirit. He just wanted the Holy Spirit and nothing else. And he got it. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആത്മനിറവുള്ളവന്റെ ആഗ്രഹം എല്ലാവരും ആത്മാവിൽ നിറയുക എന്നുള്ളതാണ്. മോശയുടെ ആഗ്രഹം അന്ന് നിറവേറിയില്ല. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ കാണുമ്പോൾ എന്താണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സർവ്വജഡത്തിന്മേലും പകരുന്നത് കാണാനായിട്ട് നമ്മൾ കാണുകയാണ്. ശരി, മോശയുടെ കാര്യത്തിൽ he was so strong and God's spirit was upon him in a very special way. എല്ലാ രീതി പറഞ്ഞു കഴിഞ്ഞാലും ആത്മനിർവം എന്നുള്ളതല്ല, മറ്റുള്ള എല്ലാവരിൽ നിന്നും സ്പെഷ്യലായിട്ട് ആത്മാവിനെ മോശയുടെ മേൽ ദൈവം പകർന്നു. എന്നാൽ മോശയുടെ മേൽ മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ അത് മോശയുടെ സ്പെഷ്യാലിറ്റി തന്നെയല്ല. മോശയ്ക്ക് കൊടുത്ത ജോലി ചെയ്യാൻ അത്ര ആത്മാവിനെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അല്ലാതെ ദൈവം പാർഷ്യാലിറ്റി കാണിച്ചു നമുക്ക് പറയാൻ പറ്റത്തില്ല. ദൈവം പാർഷ്യാലിറ്റി കാണിച്ചതല്ല, അതുപോലെ ബേർഡൻ കൂടെ കൊടുക്കുകയാണ്. അതുപോലെ ബേർഡൻ ദൈവം എപ്പോഴും എന്താ ചെയ്യുന്നത് അറിയാമോ? ദൈവം ഫെയ്ത്ത്ഫുൾ ആണെങ്കിൽ കൂടുതൽ ബേർഡനാണ് കൊടുക്കുന്നത്, അല്ലാതെ കൂടുതൽ റിവാർഡല്ല കൊടുക്കുന്നത്. നമ്മളൊക്കെ ചിന്തിക്കുന്നത് അറിയാമോ? ഇഫ് യു ആർ ഫെയ്ത്ത്ഫുൾ യു വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് തിങ്സ്. അത് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്കറിയാമല്ലോ, താലന്തുകളുടെ ഉപമയിൽ എന്താ അവസാനം പറയുന്നത്? നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കുമെന്ന്. അല്ലാതെ അധികം നിനക്ക് ഞാൻ തരുമെന്നല്ല പറയുന്നത്, അധികത്തിന് വിചാരകനാക്കും എന്ന് പറഞ്ഞാൽ കൂടുതൽ പണി തരുമെന്ന്. ഇല്ലേ? 5 താലന്തുള്ളവൻ 5 കൂടെ നേടി, 2 താലന്തുള്ളവൻ 2 കൂടെ നേടി. 2 പേരോടും പറയുന്നത് എന്താണ്? ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കുമെന്നാണ് പറയുന്നത്. നിന്നെ ഞാൻ കൂടുതൽ പണി ഏൽപ്പിക്കും, ജോലി കൂടുതൽ തരുമെന്ന്. 3-ാമത്തെ വന്നിട്ട് പറഞ്ഞു, എനിക്കറിയാറുണ്ട് ഇതേ നടക്കുള്ളൂ, നിന്റെ സ്വഭാവം ഇതാന്നുള്ളത് എനിക്ക് അറിയാറുണ്ട്. അവന്മാർ എന്തുമാത്രം കഷ്ടപ്പെട്ട് പണിയെടുത്ത് 5 താലന്തോ കൊടുത്തവൻ 5 കൂടെ നേടി. ഇത് കണ്ടോ? നീ പറഞ്ഞില്ലല്ലോ, നീ 5 കൂടെ നേടിയില്ലേ, 1 നീ എടുത്തു എന്ന് പറഞ്ഞു. ഇല്ല, എനിക്കറിയാം നീ ഇതെല്ലാം കൈക്കലാക്കും എന്നുള്ളത് എനിക്ക് അറിയാമായിരുന്നു. നീ വിതറാത്തരത്ത് നിന്ന് വെറുക്കുകയും വിതയ്ക്കാത്തരത്ത് നിന്ന് കൊയ്യുകയും ചെയ്യുന്ന ദുഷ്ടമനുഷ്യൻ എന്നുള്ളത് എനിക്ക് അറിയാം. ഇവൻ പറഞ്ഞ ശരിയാ അല്ലേ? ഇൻഫാക്ട് അവന്റെ വാക്ക് ശരിയല്ലേ? അവൻ പറഞ്ഞ പോലല്ലേ കർത്താവ് ചെയ്തത്? ആണല്ലോ, അവൻ പറഞ്ഞ പോലല്ലേ ചെയ്തത്? അവൻ പറഞ്ഞത് ശരിയല്ലേ? പക്ഷേ എന്താണെന്നറിയാമോ? ദൈവരാജ്യത്തിൽ നമുക്ക് എത്ര ഉണ്ടെന്നുള്ളതിന്റെ അർത്ഥത്തിലല്ല നമുക്ക് ജോയ് ഉണ്ടാകുന്നത്. അവസാനം എന്താ പറയുന്നത് അറിയാമോ? നല്ലവനും വിശ്വസമായ ദാസനെ വിളിച്ചിട്ട് എന്താ പറയുന്നത്? നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിച്ചുകൊള്ളുക. ഹി വിൽ ബി ജോയ്ഫുൾ. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ എന്തെല്ലാം നേടി എന്നുള്ളതല്ല, നമ്മൾ കർത്താവിന് വേണ്ടി എന്ത് ചെയ്തു, എത്രത്തോളം ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ നമുക്ക് കഴിഞ്ഞു, അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജോയ് ഇരട്ടിക്കുന്നത്. യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഉത്തരവാദിത്തത്തിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല, മോശയ്ക്ക് ദൈവം അത്രയും ആത്മാവിനെ കൊടുത്തെങ്കിൽ, അത്രയും ആത്മാവിന്റെ അത്രയും വലിയ പങ്ക് കൊടുത്തെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അതുപോലെ പണി മോശയെ ഏൽപ്പിച്ചു എന്നുള്ളതാണ്. അതുപോലെ പണി മോശയെ ഏൽപ്പിച്ചു എന്നുള്ളത്. എന്നാൽ ദൈവം മോശയെപ്പോലുള്ള അസാധാരണ അതിമഹത്തായ ഒരു ശുശ്രൂഷ ചെയ്യാൻ അതിശക്തിയോടെ ദൈവാത്മാവ് മോശയിൽ ആവസിച്ചു. അങ്ങനെയുള്ളവരിൽ മാത്രമല്ല ദൈവത്തിന്റെ ആത്മാവ് ആവസിക്കുന്നത്. എല്ലാവരും മോശയെ പോലെ ആകണമെന്ന് നിർബന്ധമില്ല. ദൈവാത്മാവ് ഇടപെട്ട് ഇറങ്ങി വരുന്ന എല്ലാവരും മോശയെ പോലെ വലിയ ശുശ്രൂഷ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ എവിടെ കിടന്നേനെ? നമ്മളൊക്കെ ദൈവത്തിന്റെ മോശയെ പോലൊക്കെ ഉള്ളവർക്ക് വേണ്ടിയാണ് ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം ഒരുക്കി വെച്ചിരുന്നതെങ്കിൽ നമ്മളൊക്കെ അഗണ്യ കോടിയിൽ തള്ളിപ്പെട്ടു പോകത്തേ ഉള്ളായിരുന്നു, ഇല്ലേ? പക്ഷേ വേദോസം പഠിപ്പിക്കുന്നത് മോശയെ പോലെ വലിയ പ്രവാചകനും ജനങ്ങളെ നയിക്കുന്നവനുമായ, അല്ലെങ്കിൽ ഒരു ജനതയെ മുഴുവൻ ഒരു ജനതയുടെ ഭാവി ഉണ്ടാക്കി കൊടുക്കുന്ന മോശയെ പോലെ തന്നെ ദൈവത്തിന്റെ ആത്മാവ് വേറൊരു സാധാരണ മനുഷ്യന്റെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നതാണ്. ദൈവത്തിന്റെ ആത്മാവ് ഒരു സാധാരണക്കാരന്റെ മേൽ ഇറങ്ങി വരുന്നതാണ് നമ്മൾ അടുത്തായിട്ട് കാണുന്നത്. പുറപ്പാട് പുസ്തകം 31-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നോക്കുക. കർത്താവ് പറയാണ്, ഞാൻ അവനെ ദിവ്യാത്മാവിനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് എന്ന് തന്നെയാണ്. ദൈവത്തിന്റെ ആത്മാവിനാൽ ഞാൻ നിറച്ചിരിക്കുന്നത്. എന്തിനാണെന്നറിയാമോ? കൊത്തുപണി ചെയ്യാൻ. എന്താണ്? കൊത്തുപണി. അവിടെ ഇരുന്ന് മരത്തിൽ കൊത്തുപണി ചെയ്യാനായിട്ട് ഞാൻ അവൻ എന്ത് ചെയ്തിരിക്കുന്നു? ദിവ്യാത്മാവിനാൽ നിറച്ചിരിക്കുന്നു. മരത്തിൽ കൊത്തുപണി ചെയ്യാൻ, അല്ലെങ്കിൽ ലോഹത്തിൽ കൊത്തുപണി ചെയ്യാൻ, സ്വർണ്ണത്തിൽ കൊത്തുപണി ചെയ്യാനൊക്കെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു. ഒരു ഹാൻഡിക്രാഫ്റ്റ്സ് ഒക്കെ, അല്ലെങ്കിൽ സം കൈൻഡ് ഓഫ് നമ്മുടെ നോട്ടത്തിൽ അതൊരു വലിയൊരു ജോലിയായിട്ട് വല്ല നമ്മൾ കണക്കാക്കിയിട്ടുണ്ടോ? ഇല്ല. ദ വർക്ക് ഓഫ് ആൻ ആർട്ടിസാൻ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ അത്ര വലിയ കാര്യമാണെന്ന്? ഇല്ല. പക്ഷെ അത് ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വരുത്തിയിരിക്കുന്നു. എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വരുത്തിയിരിക്കുന്നു. അപ്പോൾ മോശയെപ്പോലുള്ള ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി മാത്രമൊന്നുമല്ല, പ്രവചിക്കാൻ വേണ്ടി മാത്രമൊന്നുമല്ല. എന്തിനു വേണ്ടിയാണ്? കൊത്തുപണി ചെയ്യാനും ദൈവം ചിലപ്പോൾ എന്ത് ചെയ്യും? ആത്മാവിനെ അയക്കും. അവിടെ ആദ്യം പറഞ്ഞിരിക്കാൻ ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അല്ലാതെയും വിളിക്കാം, കോമൺ ആയിട്ടും വേണമെങ്കിൽ വിളിക്കാം.
നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു യാഥാർത്ഥ്യമാണ്. നമ്മളുടെ പ്രശ്നം എന്നറിയാമോ? നമ്മൾ ചിന്തിക്കുന്നത് എന്നെ പേര് ചൊല്ലി വിളിച്ചില്ലെങ്കിൽ, രാത്രി ഞാൻ കിടക്കുമ്പോൾ എന്തെങ്കിലും ഒച്ച കേട്ടില്ലെങ്കിൽ, ശബ്ദം കേട്ടില്ലെങ്കിൽ ദൈവം എന്നെ വിളിച്ചിട്ടില്ലെന്ന്. അല്ലേ? അങ്ങനല്ലേ? നമ്മളെല്ലാം നമ്മൾ പറയുമല്ലോ, എനിക്ക് സുവിശേഷ വേല ചെയ്യണമെന്ന് നോക്കുന്നുണ്ട്, പക്ഷേ ദൈവം എന്നെ എന്ത് ചെയ്യുന്നില്ല? വിളിക്കുന്നത്. അതാ ഏറ്റവും വലിയ പ്രശ്നം. സുവിശേഷ വേല ചെയ്യാൻ വേണ്ടി അങ്ങനെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം സകല ജാതികളോട് സുവിശേഷം അറിയിക്കാനുള്ള ആരുടെ കൽപ്പനയാണ്? ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അതിന് സ്പെഷ്യൽ കോളിംഗ് വേണമെന്നില്ല. ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം ചെയ്യാനാ സ്പെഷ്യൽ കോളിംഗ് വേണ്ടത്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? എനിക്കറിയാം അതൊന്നും അത്ര ഈസി ആയിട്ട് ഇവിടെ അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിക്കല്ലേ എന്നാണല്ലോ നമ്മുടെ പ്രാർത്ഥന. അല്ലാതെ വിളിക്കണമെന്നല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലേ? ദൈവമേ എന്നെ വിളിച്ചേക്ക് ഒന്നും ചെയ്യരുതെന്ന് പറയുന്നത്. സകല ജാതികളോടും സുവിശേഷം അറിയിക്കാനായിട്ടുള്ള കോളിംഗ് എല്ലാ വിശ്വാസികൾക്കും ഒരുപോലെയുള്ളതാണ്, അല്ലേ? അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളും. നിങ്ങൾ പുറപ്പെട്ടെന്ന് പറഞ്ഞാൽ 12 ശിഷ്യന്മാരോടാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, ഇറ്റ് ഈസ് ടു ദ ഹോൾ ഡിസൈപ്പിൾ. ശിഷ്യന്മാരുടെ സകല ആളുകളോട് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പുറപ്പെട്ട് ഭൂമിയിലുള്ള സകല ജനതകളെയും എന്ത് ചെയ്യണം? ശിഷ്യരാക്കണം. അതിന് സ്പെഷ്യൽ കോളിംഗ് ആവശ്യമില്ല. അതിന് പറയേണ്ടത് സ്പെഷ്യൽ കോളിംഗ് എന്നല്ല. ചില കാര്യങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ കോളിംഗ് ആവശ്യമില്ല. കല്യാണം കഴിക്കാൻ വേണ്ടി സ്പെഷ്യൽ കോളിംഗ് ആവശ്യമില്ല. എന്നാൽ കല്യാണം കഴിക്കാതിരിക്കാൻ സ്പെഷ്യൽ കോളിംഗ് വേണം. കാര്യം കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് എന്താണ്? നോർമൽ തിങ്ങാണ്. ആരെങ്കിലും 18 അല്ലെങ്കിൽ 25 വയസ്സാകുമ്പോഴത്തേക്ക് നമ്മളെല്ലാം പറയും, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കല്യാണം കഴിക്കുക എന്നുള്ളത് എന്നെക്കുറിച്ചുള്ള ദൈവോദ്ദേശമാണോ ഇല്ലയോ എന്ന് അറിയാനുള്ളതിനെക്കുറിച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഏതെങ്കിലും പിള്ളേർ പറയുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. എന്നാൽ സിംഗിൾ ലൈഫിന് എന്ത് വേണം? കല്യാണം കഴിക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം? പറ. സ്പെഷ്യൽ കോളിംഗ് വേണം. അല്ലാതെ കല്യാണം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ അബദ്ധമാണ്, ഇല്ലേ? അപ്പോൾ സ്പെഷ്യൽ കോളിംഗ് വേണ്ടത് അല്ലെങ്കിൽ നോർമാലിറ്റിക്ക് അപ്പുറത്തുള്ളതിന് വേണ്ടിയാണ്. നോർമൽ തിങ്സിന് വേണ്ടി എന്താവശ്യമില്ല? സ്പെഷ്യൽ കോളിംഗ് ആവശ്യമില്ല. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം പ്രയാസം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത, നമ്മളുടെ പ്രോബ്ലം എന്നറിയാം, നമുക്കിതിനുള്ള ആഗ്രഹമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിനൊരു സ്പെഷ്യൽ കാര്യങ്ങൾ പറഞ്ഞിരിക്കുക എന്നുള്ളതാണ്. എല്ലാ കാര്യത്തിനും കോളിംഗ് വേണം, പക്ഷെ അത് കോളിംഗ് എന്നല്ല, ദ വിൽ ഓഫ് ഗോഡ്. എന്നെക്കുറിച്ചുള്ള ദൈവഹിതവും എന്നെക്കുറിച്ചുള്ള സ്പെഷ്യൽ കോളിംഗിൻ്റെ രണ്ടാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം. വിൽ ഓഫ് ഗോഡ് എല്ലാ കാര്യത്തിലും അന്വേഷിക്കണം. അത് സുവിശേഷ വേല ചെയ്യാൻ മാത്രമല്ല, എല്ലാ കാര്യത്തിലും. നമ്മൾ ചിലപ്പം പറയുമല്ലോ, എൻ്റെ മോനെ ദൈവവേലയ്ക്ക് വിടാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ കോളിംഗ് ഇല്ലാതെ വിടാൻ പറ്റുമോ? ഇല്ലേ? പക്ഷേ മോന് 18 വയസ്സായപ്പോൾ നമ്മൾ പറഞ്ഞില്ലല്ലോ, എൻ്റെ മോൻ എഞ്ചിനീയറിംഗിൽ പഠിക്കണമെന്നുണ്ട്, പക്ഷേ അവന് കോളിംഗ് ഉണ്ടോന്നൊരു സംശയം, അതുകൊണ്ട് ഞാനൊരു ഉപവാസം എടുക്കാൻ പോകണം എന്നാലും പറഞ്ഞു. അപ്പോൾ എഞ്ചിനീയറിംഗിൽ പഠിക്കാൻ കോളിംഗ് വേണ്ടായോ? അല്ലെങ്കിൽ മെഡിസിൻ പഠിക്കാനായിട്ട് കോളിംഗ് വേണ്ടായോ? അതിനാ മിണ്ടാത്തേ? നമ്മളെന്താണെന്നറിയാമോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവനെ എഞ്ചിനീയറും ഡോക്ടറും അല്ലെങ്കിൽ നേഴ്സും ഒക്കെ ആക്കണം, അല്ലാതെ നമുക്ക് ഇവനെ വിടണ്ട. അതുകൊണ്ടാണ് പറയുന്നത്, പ്രിയമുള്ളവരെ, സുവിശേഷ വേലയ്ക്ക് വേണ്ടി കോളിംഗ് വേണമെങ്കിൽ എഞ്ചിനീയറിംഗിന് വേണ്ടിയും കോളിംഗ് വേണം. സുവിശേഷ വേലയ്ക്ക് വേണ്ടി കോളിംഗ് വേണമെങ്കിൽ നേഴ്സിംഗ് പഠിക്കാനും കോളിംഗ് വേണം. ആരും സ്വോത്രം പറയത്തില്ല. എന്താ? ശരിക്കും ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം. അത് വി ആർ നോയിങ് വാട്ട് ദ വിൽ ഓഫ് ഗോഡ് ഇൻ മൈ ലൈഫ്. നമ്മളുടെ ദൈവ ഇഷ്ടം എന്നിൽ എന്താണെന്ന് തിരിച്ചറിയുന്നുള്ളതേ ഉള്ളൂ. അത് ഒരു പക്ഷേ നിങ്ങൾ പൂർണ്ണ സുവിശേഷ വേല ചെയ്യുന്നതായിരിക്കാം, ഒരു പക്ഷേ എഞ്ചിനീയർ ആകുന്നതായിരിക്കാം, ഒരു പക്ഷേ ബിസിനസ്സുകാരനാകുന്നതായിരിക്കാം, ഒരു പക്ഷേ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകുന്നതായിരിക്കാം. പക്ഷേ അത് കോളിംഗ് അറിയാൻ നമ്മൾ ഇരുന്ന് കൊടുക്കണം, എന്നാലല്ലേ പറ്റത്തുള്ളൂ, ഇല്ലേ? പ്ലെയിൻ ആയിട്ട് നിങ്ങളൊന്ന് ഇരിക്കുക ആദ്യം, അത് കഴിഞ്ഞിട്ട് പറ എനിക്ക് കോളിംഗ് ഇല്ലെന്ന്. അങ്ങനെ പറയാത്ത ഒരുത്തനും അതിനുള്ള അവകാശമില്ല. 18 വയസ്സാകുമ്പോൾ എഞ്ചിനീയറിംഗ് പോയി ചേർന്നിട്ട്, 18 വയസ്സാകുമ്പോൾ മെഡിക്കൽ കോളേജ് പോയി ചേർന്നിട്ട്, അല്ലെങ്കിൽ നേഴ്സ് ആകാൻ പോയി കഴിഞ്ഞിട്ട് എനിക്ക് കോളിംഗ് ഇല്ലെന്ന് പറഞ്ഞാൽ എന്നാണ് ഇരുന്നിട്ടുള്ളത്? കോളിംഗ് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ? അല്ലെങ്കിൽ ഏത് മാതാപിതാക്കളാണ് ഇരുന്നിട്ടുള്ളത്? എൻ്റെ മോന് നേഴ്സ് ആകാൻ കോളിംഗ് ഉണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് ഇരുന്നിട്ടുണ്ടോ? എൻ്റെ മോന് സുവിശേഷ വേലയ്ക്ക് വേണ്ടി കോളിംഗ് ഉണ്ടോ എന്ന് അറിയാൻ ഇരുന്നിട്ടുള്ള എത്ര മാതാപിതാക്കളുണ്ട്? നമ്മൾ പറയുന്നത് അറിയാമോ? എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, പിന്നെ ദൈവത്തിന് വേണമെങ്കിൽ സ്പെഷ്യലായിട്ട് അവനെ വിളിച്ചോട്ടെ, ഇല്ലേ? Isn't it? I am not joking. I tell the truth. This is happening. എന്നിട്ട് നമ്മൾ പറയും എന്താണ്? കോളിംഗ് ഇല്ല അല്ലേ? കോളിംഗ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണം, ഇരിക്കണം. എൻ്റെ മോൻ സുവിശേഷ വേലക്കാരനാകാൻ ആഗ്രഹമുണ്ട് കർത്താവേ എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കുന്നില്ലല്ലോ. എന്നിട്ട് ദൈവം പറയട്ടെ, അല്ല, എനിക്ക് അവനെക്കുറിച്ചുള്ള ആഗ്രഹം സുവിശേഷ വേലക്കാരനാകാനല്ല, അവനെ നീ ഡോക്ടറാക്കാനാണ് ഞാൻ നിന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നതെന്നുള്ള കേൾക്കാതെ അവനെ മെഡിസിൻ വിടാൻ പാടില്ല. കോളിംഗ് നോക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നോക്കരുത്, അല്ലെങ്കിൽ പറയരുത് അവന് കോളിംഗ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിട്ടില്ലെന്ന്. അങ്ങനെ ഒരിക്കലെങ്കിലും പറയുന്നെങ്കിൽ ഇരുന്ന് ദൈവസന്നിധിയിൽ അവനെക്കുറിച്ചുള്ള കോളിംഗ് എഞ്ചിനീയർ ആകുക എന്നുള്ളതാണെന്ന് ബോധ്യമുള്ളവരുണ്ടെങ്കിൽ തൻ്റെ അടുത്തോടെ പറ. ഇരുന്നിട്ടില്ലല്ലോ, പിന്നെ നമുക്ക് എവിടുന്നാ പറയാൻ കഴിയുന്നത്? ബെസലേലിനെ അവൻ എന്ത് ചെയ്തു? പേർ ചൊല്ലി വിളിച്ചു. പേർ ചൊല്ലി വിളിക്കാത്ത ഇഷ്ടംപോലെ ആളുകളുണ്ട്, ഇല്ലേ? സമാന കൂടാരം ബെസലേൽ തന്നെയാണോ പണിത്? ആണോ? അല്ല. മെനി പീപ്പിൾ. അല്ലെങ്കിൽ ബെസലേലിനോട് ചേർന്ന് പേർ പറയുന്ന 2 പേരുണ്ട്, അവരെയും കൂടെ വെച്ചാണോ പണിത്? ആണോ? അല്ല. സമാഗമന കൂടാരം പണിതത് പ്രയർ ചൊല്ലി വിളിച്ചവർ തന്നെ അല്ല. സമാഗമന കൂടാരം പണിതത് ഇസ്രായേലിൽ അതിനുവേണ്ടി ആഗ്രഹത്തോടെ താല്പര്യത്തോടെ വന്ന അനേകരുടെ പണിയാണ് സമാഗമന കൂടാരം.
അവരുടെ ഹൃദയത്തിൻ്റെ അഭിവാഞ്ചയെ ദൈവം മാനിക്കുക ചെയ്തത്. ഞാനിത് വേദനയോടെയാണ് പറയുന്നത്. കോളിംഗ് ഇല്ലെങ്കിലും എഞ്ചിനീയർ ആകാം, കോളിംഗ് ഇല്ലെങ്കിലും ഡോക്ടർ ആകാം, നേഴ്സ് ആകാം. ആകെ ആവശ്യമുള്ള കോളിംഗ് ആവശ്യമുള്ള ഒറ്റ ജോലിയുള്ളൂ ലോകത്തിൽ. എന്താണ്? സുവിശേഷം. എവിടെ നിന്ന് കിട്ടിയ ടീച്ചിങ് ആയത്? ദാറ്റ് ഈസ് റോങ്. ഇന്ത്യയിൽ വേക്കൻസി ഒഴിഞ്ഞു കിടക്കുന്ന, ഇന്ത്യയിലെന്നല്ല ലോകത്തിലെവിടെയും വേക്കൻസി ഒഴിഞ്ഞു കിടക്കുന്ന ഒറ്റ ജോലി മിഷണറിമാരുടെ ജോലി. തൂപ്പുകാരൻ്റെ ജോലി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേക്കൻസി ഒഴിവ് കാണത്തില്ല. ഉണ്ടോ? UAE ഗവൺമെൻറ്റിൽ എവിടെയെങ്കിലും തൂപ്പുകാരൻ്റെ ജോലി വേക്കൻസി കിടപ്പുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇന്ത്യ ഗവൺമെൻറ്റിലുണ്ടോ ഗവൺമെൻറ് ജോലി ഉണ്ടോ? തൂപ്പുകാരൻ്റെ ജോലി, അറ്റൻഡൻ്റെ ജോലി കിടപ്പുണ്ടോ? 100 പേർക്ക് വേക്കൻസി ഉണ്ടെങ്കിൽ 1000 പേരോ 10000 പേരോ ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത്, അല്ലേ? എന്നാൽ ഇന്ത്യയിൽ 6 ലക്ഷം ഗ്രാമങ്ങളിൽ 5.5 ലക്ഷം ഗ്രാമങ്ങൾ ഇന്നും ഒരു മിഷണറി ഇല്ലാതെ കിടക്കുക. ആരും വരാത്തത് തന്നെയാ. എന്താ ആരും വരാത്തത്? എന്തുകൊണ്ട് വരുന്നില്ല? കോളിംഗ് ഇല്ലാഞ്ഞിട്ടോ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ആർക്കും കോളിംഗ് ഇല്ലെന്ന്? കോളിംഗ് ഇല്ലാഞ്ഞിട്ടല്ല, ഹൃദയമില്ലാത്തതുകൊണ്ട്, അല്ലാതെ വേറെ കാര്യം കൊണ്ടൊന്നുമല്ല. പാസേഴ്സ് ആകാൻ ഇപ്പോഴും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതെങ്ങനെ അങ്ങനെ ഒന്നും ഒഴിഞ്ഞു കിടക്കുന്നൊന്നുമില്ല. പാസേഴ്സ് എക്സസാ, ഇല്ലേ? സഭ കിട്ടുന്നില്ലെന്നാ പ്രശ്നം, അല്ലേ? നാട്ടിലൊക്കെ വല്ലപ്പോഴും പോകുന്നവർക്ക് അറിയാമല്ലോ. ഈ വർഷത്തെ മാറ്റത്തിന് സഭ കിട്ടിയില്ലെന്ന്. സഭ കിട്ടിയില്ലെങ്കിൽ എൻ്റെ കൂടെ പോയി, ഞാൻ കൊണ്ടുപോകാം. അതിനെ വരാത്തെ? സഭ കിട്ടിയില്ലെന്ന്. ഇവിടെ ഒരു ഇവാഞ്ചലിസ്റ്റും ഇല്ലാത്ത ഡിസ്ട്രിക്റ്റുകൾ എനിക്കുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ വർഷം പല വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും പോയ ഒരു ഡിസ്ട്രിക്റ്റ്, ബോധ് എന്ന് പറഞ്ഞ് ഒറീസയിലൊരു ഡിസ്ട്രിക്ട്. രാത്രി ഞാൻ അവിടെ പോയിരുന്നു, പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ കരഞ്ഞിട്ടുണ്ട്. ദർ ഇസ് നോ സിംഗിൾ ഇവാഞ്ചലിസ്റ്റ് ലിവ് ഇൻ ദാറ്റ് വില്ലേജ്, ഇൻ ദാറ്റ് ഡിസ്ട്രിക്ട്, ഇൻ ഒറീസ, ബോധ് എന്ന് പറഞ്ഞ ഡിസ്ട്രിക്ട്. പോരെ, സഭ കിട്ടാത്തവരെ ആരും വരത്തില്ല. പാസ്റ്റർമാർക്ക് ജോലിക്ക് ഒഴിവില്ല, എന്നാൽ മിഷണറിക്ക് ജോലിക്ക് ഒഴിവുണ്ട്. പാസ്റ്റർ എന്ന് പറയുന്നത് മിഷണറി എന്ന് പറയുന്നത് രണ്ടാ. ഇവാഞ്ചലിസ്റ്റ് എന്ന് പറയുന്നത് പോലും വ്യത്യാസമാണ്. ഇവാഞ്ചലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റിപ്പറ്റി സുവിശേഷവരെയൊക്കെ ചെയ്യുന്നവരെല്ലാം വേണം ഇവാഞ്ചലിസ്റ്റ് എന്ന് പറയാം. കാര്യം അവൻ്റെ രാജ്യത്തിൽ, അവൻ്റെ നാട്ടിൽ, അവൻ്റെ ഭാഷക്കാരോട് വല്ലതൊക്കെ വാങ്ങിച്ചുകൊണ്ട്, കൈമുടക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് സുഖമായിട്ട് സുവിശേഷ വില ചെയ്യുന്നവരെ വേണമെങ്കിൽ ഇവാഞ്ചലിസ്റ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. പക്ഷെ മിഷണറി എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. പൗലോസിന്റെ 1ാം മിഷണറി യാത്ര എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാണ്? പോൾ ഈസ് നോട്ട് ഡൂയിങ് മിനിസ്ട്രി ഇൻ ആന്റിയോക്ക് മിനിസ്ട്രി ചെയ്ത് കഴിഞ്ഞാൽ അവൻ മിഷണറി ആകത്തില്ല. അവനെപ്പോഴാണ് മിഷണറി ആകുന്നറിയാമോ? അവൻ്റെ സംസ്കാരം വിട്ട്, അവൻ്റെ ഭാഷ വിട്ട്, അവൻ്റെ രാജ്യം വിട്ട്, അവൻ അറിയാൻ വയ്യാത്ത ബർബരന്മാരുടെ ഇടയിലേക്ക് ജീവനെ പണയം വെച്ച് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അവൻ മിഷണറി ആകുന്നത്. അല്ലെങ്കിൽ മിഷണറി ആകത്തില്ല. മിഷണറിമാരുടെ ജോലി മാത്രമേ ഉള്ളൂ ഇന്ന് ലോകത്തിൽ ഒഴിഞ്ഞു കിടക്കുന്നത്, ഇല്ലേ? എല്ലായിടത്തും ഒഴിഞ്ഞു കിടക്കുകയാണ്, എല്ലായിടത്തും. അപ്പം നമ്മുടെ പ്രശ്നം അറിയാം. നമ്മുടെ കുഞ്ഞിന് മിഷണറി ആകാതിരിക്കാനുള്ള വിളി ഉണ്ടോ എന്നാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. കാരണം ഇത്രയും ഒഴിഞ്ഞു കിടക്കുകയല്ലേ ഇന്ത്യയിലെ ഗ്രാമങ്ങൾ.